നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഫിസിക്സിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ സെക്ഷനാണ്. ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരവും ആ ദർപ്പണത്തിൻ്റെ വക്രത ആരവും തമ്മിലുള്ള ബന്ധം എന്ത് എന്നതാണ് ചോദ്യം. ഓക്കെയാണേ, ഒരു ഗോളീയ ദർപ്പണം എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ലടാ, ഒരു ദർപ്പണം ഗോളത്തിൻ്റെ ഭാഗമായി വരുന്നു. അപ്പോൾ നമുക്ക് ഗോളത്തിൻ്റെ ഭാഗമായി വരുന്ന ദർപ്പണങ്ങൾ വിളിക്കുന്ന പേരാണ് ഇത് ഗോളീയ ദർപ്പണങ്ങൾ. പ്രധാനമായും രണ്ട് തരം ഗോളീയ ദർപ്പണങ്ങളാണുള്ളത്. ഒന്ന് കോൺകേവ് ദർപ്പണവും രണ്ട് കോൺവെക്സ് ദർപ്പണവും. ഓക്കെയാണേ, കോൺകേവ് ദർപ്പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ പ്രതിപതന തലം അകത്തേക്ക് കുഴിഞ്ഞിരിക്കുന്നവനാണ് ആര്? കോൺകേവ് ദർപ്പണം. കോൺവെക്സ് ദർപ്പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിപതന തലം പുറത്തേക്ക് തള്ളി നിൽക്കുന്ന തരം ദർപ്പണങ്ങളാണ് ഇത് കോൺവെക്സ് ദർപ്പണങ്ങൾ. ഇനി നമ്മൾ പറഞ്ഞില്ലേ ഗോളീയ ദർപ്പണം എന്ന് പറഞ്ഞില്ലേ, ഇതാ നോക്ക്, ഇത് ഇങ്ങനെ ഒരു ഗോളത്തിൻ്റെ ഭാഗമാണ്. നമ്മൾ പറയുവാണ് ഇതാണ്ട് ഇങ്ങനെ ഒരു ഗോളത്തിൽ നിന്നും വെട്ടിയെടുത്തതാണ് ഈ ദർപ്പണം എന്ന് പറഞ്ഞു. അതുപോലെ ഇങ്ങനെ ഒരു ഗോളത്തിൽ നിന്നും വെട്ടിയെടുത്തതാണ് ഏത് ഈ ദർപ്പണമെന്നും നമ്മൾ പറഞ്ഞു വയ്ക്കുകയാണ്. ഇനി അപ്പം നോക്ക്, ഒരു ദർപ്പണം ഒരു ഗോളത്തിൻ്റെ ഭാഗമായി വരുന്നില്ലേ, ആ ഗോളത്തിനൊരു കേന്ദ്രമുണ്ട്. ഓക്കെ, ആ ഗോളത്തിനൊരു കേന്ദ്രമുണ്ട്. ആ ഗോളത്തിൻ്റെ കേന്ദ്രത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് വക്രതാ കേന്ദ്രം, സെൻറ്റർ ഓഫ് കർവേച്ചർ എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ സി എന്ന് പറയുന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കും. ഓക്കെയാണേ, ഇനി ഈ പറയുന്ന പ്രതിപതന തലമുണ്ടല്ലോടാ, അതിൻ്റെ മധ്യബിന്ദു. ഓക്കെയാണ്, നമ്മളതിനെ അപ്പേർച്ചർ എന്ന് പറയും കേട്ടോ. അതിൻ്റെ മധ്യബിന്ദുവാണ് പോൾ. അപ്പോൾ ഇവിടെയും അതിൻ്റെ മധ്യബിന്ദുവാണ് എന്ത്? മധ്യബിന്ദു. ഞാൻ വേറൊരു കളർ വയ്ക്കാം. മധ്യബിന്ദുവാണ് ഏത്? പോള്. ഇവിടെ മധ്യബിന്ദുവാണ് പോള്, ഇവിടെയും മധ്യബിന്ദുവാണ് പോള്. ഇനി ഈ പോളിനെയും സെൻറ്റർ ഓഫ് കർവേച്ചറിനെയും തമ്മിൽ ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന നേർരേഖയില്ലേ, ഇവനാണേത്? മുഖ്യ അക്ഷം എന്ന് പറയും. ഓക്കെ, ഇനി ഈ പറയുന്ന പോള് സെൻറ്റർ ഓഫ് കർവേച്ചറിനെയും ഞാൻ നീട്ടി വരച്ചു മുഖ്യ അക്ഷം. ആ മുഖ്യ അക്ഷത്തിൻ്റെ മധ്യബിന്ദുവാണ് മുഖ്യ ഫോക്കസ്. ഓക്കെയാണേ, മധ്യബിന്ദുവാണ് ആര്? മുഖ്യ ഫോക്കസ്. ഇതെങ്ങനെ വന്നു എന്നൊക്കെ ഉള്ള വേറെ കാര്യമാണ് കേട്ടോ. അപ്പം നമ്മളിപ്പം പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം പഠിച്ചു വെച്ചേക്കുക. ഇത് സി ആണ്, ഇവിടെ പി ആണ്, ഇതിൻ്റെ മധ്യബിന്ദുവാണ് ഏത്? ക്യാപിറ്റൽ എഫ് അഥവാ മുഖ്യ ഫോക്കസ്. ഈ പി മുതൽ ഈ എഫ് വരെയുള്ള ദൂരം കണ്ട, ഇവിടെയും പി മുതൽ എഫ് വരെയുള്ള ദൂരം. അപ്പം ഞാൻ ഇത് മാറ്റി വരയ്ക്കുവാണ്. അപ്പം ഇത് പി ആണ്, ഇവിടെ സി ആണ്, ഇവിടെ ഏതാണ്? എഫ് ആണ്. ഓക്കെയാണേ, അപ്പം ഈ പി മുതൽ എഫ് വരെയുള്ള ദൂരത്തെ വിളിക്കുന്ന പേരാണ് ഫോക്കൽ ലെങ്ത്, ഫോക്കസ് ദൂരം. നമ്മൾ സ്മോൾ എഫ് ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് അതിനെ സൂചിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ക്യാപിറ്റൽ എഫ് ആണ് തന്നിരിക്കുന്നത്. ക്യാപിറ്റൽ എഫ് എന്ന് പറഞ്ഞാൽ മുഖ്യ ഫോക്കസിനെ സൂചിപ്പിക്കുന്ന അക്ഷരമാണ് കേട്ടോ. ഇവിടെ യഥാർത്ഥത്തിൽ വേണ്ടത് എന്തായിരുന്നു? സ്മോൾ എഫ് ആയിരുന്നു യഥാർത്ഥത്തിൽ വേണ്ടിയിരുന്നത്. ഓക്കെ, അപ്പം നോക്ക്, ഈ ഫോക്കസ് ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ എഫ് കൊണ്ടാണ് നമ്മൾ എന്താണ് യഥാർത്ഥത്തിൽ ഡിനോട്ട് ചെയ്യേണ്ടത് കേട്ടോ. പക്ഷെ ഇവിടെ ക്യാപിറ്റൽ എഫ് എന്ന് പറഞ്ഞാണ് ക്വസ്റ്റ്യന് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കോണേടാ, ഞാനിപ്പോൾ ഞാൻ ഒരെണ്ണം മാത്രം ഒന്നുകൂടെ വരയ്ക്കുകയാണ്. ഇത് കോൺകേവ് ആണ്. ഓക്കെ, ഇതിങ്ങനെ ഒരു ഗോളത്തിൻ്റെ ഭാഗമാണ്. ഇത് സി എന്ന് വിളിക്കും. ഈ പറയുന്ന സിയിൽ നിന്നും പിയിലോട്ട് വരയ്ക്കുന്ന നേർരേഖ. ഇവിടെ ആരുണ്ട്? മധ്യബിന്ദു ഉണ്ട്. മധ്യബിന്ദുവിനെ ക്യാപിറ്റൽ എഫ് എന്ന് വിളിച്ചു. ഇത്രയും ഓക്കെയാണ്. ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ദൂരം ഫോക്കസ് ദൂരം സ്മോൾ എഫ് എന്ന് വിളിച്ചു. ഇനി നമ്മൾ അടുത്തതായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഇങ്ങനെ കളിക്കുക. ഈ സി കണ്ട, സി എന്ന് പറഞ്ഞാൽ ഈ ഗോളത്തിൻ്റെ കേന്ദ്രമല്ലേ സി. ഈ സിയിൽ നിന്നും നമ്മൾ ഈ ദർപ്പണത്തിൻ്റെ പ്രതിപതന തലത്തിലേക്ക് അല്ലെങ്കിൽ ദർപ്പണത്തിലേക്ക്, ഓക്കെ, ദർപ്പണത്തിലെന്ന് പഠിച്ചാൽ മതി കേട്ടോ, ദർപ്പണത്തിലേക്ക് വരയ്ക്കുന്ന നേർരേഖകളെ വിളിക്കുന്ന പേരാണ് വക്രത ആരം. നോക്ക്, നമ്മൾ സാധാരണ ഒരു സർക്കിൾ വരച്ച് കഴിഞ്ഞാൽ സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്നും അതിന് ഒരു വശത്തോട്ട് വരയ്ക്കുന്ന നേർരേഖയിലെ റേഡിയസ് അഥവാ ആരോ എന്ന് വിളിക്കുന്നത്. അതുപോലെ ഇവിടെയും ഒന്നേ ഉള്ളടാ, ഈ ഗോളീയ ദർപ്പണത്തിൻ്റെ സെൻറ്ററിൽ നിന്നും പ്രതിപതന തലത്തിലേക്ക് വരയ്ക്കുന്ന നേർരേഖയാണ് ഏത്? ക്യാപിറ്റൽ ആർ. ഇത്രയും ഓക്കെയാണ്. അപ്പോൾ ഇവിടെ നോക്കടാ, ഞാൻ ഇവിടെ സിയിൽ നിന്നും പിയിലോട്ട് വരച്ച ഈ ദൂരമില്ലേ മുഖ്യ അക്ഷം എന്ന് പറഞ്ഞത്, ഇവൻ്റെ റേഡിയസ് അല്ലേ, ക്യാപിറ്റൽ ആർ അല്ലേ. അപ്പം ഈ പറയുന്ന സി, ഇവിടുത്തെ പി, ഇവിടെ എഫ്. ഓക്കെ, ഈ പറയുന്ന പി മുതൽ എഫ് വരെയുള്ള ദൂരം ക്യാപിറ്റൽ ആർ ആണ്. എഫ് മുതൽ പി വരെയുള്ള ദൂരം സ്മോൾ എഫ് ആണ്. ഇത് മധ്യബിന്ദു ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ.
അപ്പോൾ ഇവിടം മുതൽ ഇവിടം വരെയുള്ള ദൂരം എഫ് ആണെങ്കിൽ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ദൂരത്തെയും എനിക്ക് എഫ് എന്ന് എടുത്തുകൂടെ? ഇത് മൊത്തത്തിൽ ക്യാപിറ്റൽ ആർ ആണ്. അപ്പം ക്യാപിറ്റൽ ആർ എ സമം എഫ് പ്ലസ് എഫ് വിച്ച് ഈസ് ഈക്വൽ ടു 2F. അപ്പോൾ ആർ ഇസ് ഈക്വൽ ടു എന്താണ്? 2F എന്ന് കിട്ടി. ഇതിൽ നിന്നും എഫ് കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് നമ്മുടെ അടുത്ത് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ ആർ ഇസ് ഈക്വൽ ടു 2F. ഇതിൽ നിന്ന് എഫ് ഇസ് ഈക്വൽ ടു R/2. ഓക്കെയാണ്. എഫ് ഇസ് ഈക്വൽ ടു R/2. ഇവിടെ എഫ് എന്ന് പറഞ്ഞാൽ സ്മോൾ എഫ് ഫോക്കൽ ലെങ്ത് ആണ് കേട്ടോ. ക്യാപിറ്റൽ എഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ദർപ്പണത്തിൻ്റെ മുഖ്യ ഫോക്കസിനെ ദാണ്ട് ഈ പറഞ്ഞ പർട്ടിക്കുലർ നടുക്കുള്ള പോയിന്റ് ഉണ്ടല്ലോടാ, അതിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ആൻസർ എഫ് ഇസ് ഈക്വൽ ടു R/2. ഓക്കെയാണേ. ഇതിൻ്റെ ആൻസർ ഇതാണ് കേട്ടോ. കൃത്യമായി പറഞ്ഞാൽ ഇതിങ്ങനെ എഴുതണം, എഫ് ഇസ് ഈക്വൽ ടു R/2. ഇതാണ് എന്ത് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ആൻസർ.